ഇനി നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സോ എല്ലാവരും വെയിറ്റ് ഫോർ ദാറ്റ് ഹാപ്പി ന്യൂസ്. നമ്മൾ കൊടുക്കുന്ന പോലെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു നിർബന്ധം ചില കാര്യങ്ങൾക്കില്ലാന്ന്. കാരണം ആരാണ് അർജുൻ എന്നുള്ളത്, അർജുൻ എൻ്റെ ഡാൻസ് ജേർണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തേത് ഒരു Q&A വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യണം, അതായത് ഡിസംബറിൽ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ സ്റ്റോറിയിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ട്രിപ്പ് പോയില്ല, അതായത് മണാലി, കുളു, കസോളിലൊക്കെ പോയ സമയത്ത് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു, അതായത് -ഡിഗ്രി ആയിരുന്നു. സോ എന്നെക്കൊണ്ട് അത് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് Q&A ചെയ്താലോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഞാൻ സ്റ്റോറിയുടെയും കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെയും ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, ഒന്ന് സഹിച്ചേക്കണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉമാദേവിയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, പ്ലീസ് ടോക്ക് അബൌട്ട് യുവർ ഡാൻസ് ജേർണി ആൻഡ് ദ ടെക്നിക്സ് ടു ലുക്ക് എനർജറ്റിക് വൈൽ ഡാൻസിങ് ആൻഡ് അപ്രോക്സിമേറ്റ്ലി ഹൗ മെനി ഇയേഴ്സ് ഇറ്റ് ടേക്സ് ടു ലേൺ ഡാൻസ്. ഹോപ്പ് യു വിൽ കൺസിഡർ മൈ ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ്ലി ഉമാദേവി. അപ്പം എൻ്റെ ഡാൻസ് ജേർണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വളരെ ചെറുപ്പം മുതൽ ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. വളരെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 വയസ്സ് മുതൽ കളിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചതും എൻ്റെ ചേട്ടയുടെ കൂടെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കളിച്ച ഫസ്റ്റ് ഡാൻസ് ചിങ്ങമാസം വന്ന് ചേർന്നാൽ ആ ഒരു ഡാൻസാണ് ഞാൻ ആദ്യമായിട്ട് കളിച്ചത്. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്. ചേട്ടയാണ് എനിക്ക് പഠിപ്പിച്ചത്. അപ്പോൾ ആ ഒരു പ്രായം തൊട്ട് ഇപ്പോഴായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ഒരു 6 വയസ്സെത്തിയപ്പോൾ ഭരതനാട്യം പഠിച്ചു തുടങ്ങി. ഒരു 8 വയസ്സായപ്പോൾ കഥകളിയും പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഡാൻസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡാൻസ് ടെക്നിക്സ് എന്ന് പറയാനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് വാമപ്പ് ചെയ്യും, സ്ട്രെച്ചിങ് ചെയ്യും, പിന്നെ കൊറിയോ കഴിഞ്ഞതിന് ശേഷം ബ്രീത്തിങ് ടെക്നിക്സും കൂടെ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ റീലാണിക്കോട്ടെ അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒരു കൊറിയോഗ്രാഫി ചെയ്തോട്ടെ, എന്താണെന്നുണ്ടെങ്കിലും വാമപ്പ് ഡെഫിനറ്റായിട്ട് ചെയ്യും. അപ്പോൾ വാമപ്പിൽ തന്നെ നമ്മൾക്ക് ഒരുപാട്, അതായത് ഫ്രം ഹെഡ് ടു ടോ വാമപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി ബൂസ്റ്റ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവും. പിന്നെ നമ്മുടെ നമ്മൾ കട്ട് കഴിക്കുക, അതായത് ഫെറ്റീഗ് ആവുന്നത് കുറയും. അപ്പോൾ അങ്ങനത്തെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വാമപ്പ് എന്തായാലും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയാണ്. അപ്പോൾ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ബാലൻസ് കിട്ടും ഡാൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഡാൻസ് റുട്ടീനായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ മതി, വേണോ വേണ്ടയോ എന്നുള്ളത്. ദെൻ റുട്ടീൻ ചെയ്തതിന് ശേഷം ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യും. അത് നമ്മുടെ ബാക്ക് ടു നോർമൽ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഡാൻസ് ടെക്നിക്സ്. അപ്പോൾ എത്ര ഇയേഴ്സ് വേണം എന്നുള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് എത്ര നാൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത്രയും നാൾ ഡാൻസ് പഠിക്കാം. പിന്നെ വർഷം കൊണ്ട് പഠിക്കാം എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളെങ്ങനെ പഠിക്കുന്നോ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എങ്ങനെയുണ്ടോ അതുപോലെ ഇരിക്കും ഡാൻസ് പഠിക്കുക എന്നുള്ളത്. സോ അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, VKV സ്പെഷ്യൽ വ്ളോഗ്സ് വേണം. നിങ്ങൾ 3 പേരുള്ള വീഡിയോസ് നല്ല എൻ്റർടൈനിങ് ആണ്. എസ്പെഷ്യലി വർഷം ഉണ്ടെങ്കിൽ നല്ല ഫണ്ണാണ്. ഡു മോർ വീഡിയോസ് വിത്ത് VKV. ഡെഫിനറ്റ്ലി. അപ്പം ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശില്പയുടെ വെഡ്ഡിങ് വരെയാണ്. അപ്പോൾ അതിൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർഷം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് ഡാൻസിനില്ല, പക്ഷെ ഞങ്ങളുടെ കൂടെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയണത് വർഷയുടെ കുഞ്ഞുവാവേനെ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ എന്തായാലും റീസെൻ്റായിട്ട് എന്തായാലും വ്ളോഗൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്തായാലും വ്ളോഗുകൾ പ്രതീക്ഷിക്കാം. പിന്നെ ബിസിയാണ് എല്ലാവരും. ഇപ്പോൾ കാർത്തിയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ബിസിയാണ്, വർഷമാണെങ്കിലും ഇപ്പോൾ ഒരു പുതിയ ഒരാൾ കാത്തിരിക്കുകയൊക്കെ അല്ലേ. അതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ അത്ര ആക്റ്റീവായിട്ട് കാണാത്തത്. പക്ഷെ എന്തായാലും ഞാൻ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതായിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ വാക്ക് വരുന്നു. ഷുവർ, വി വിൽ ഡു മോർ വീഡിയോസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ടു ഹാൻഡിൽ ആംഗ്രി ഇഷ്യൂ വിത്ത് രാമുവേട്ടൻ. പിന്നെ ഇനി റിലേഷൻഷിപ്പ് ടിപ്സ് ചോദിച്ചിട്ടുണ്ട്. രാമുവേട്ടൻ്റെ ദേഷ്യം ഞാൻ എങ്ങനെയാണ് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മാക്സിമം ടൈം കൊടുക്കും, സ്പേസ് കൊടുക്കും. അതായത് ഞങ്ങൾക്ക് രണ്ടാളും ഭയങ്കര ദേഷ്യക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം എക്സ്പ്രസ് ചെയ്യും. ഞാനാണെങ്കിൽ കുറച്ച് അധികം എക്സ്പ്രസ് ചെയ്യും. ദേഷ്യം വന്ന പ്രാന്ത് പിടിച്ച പോലെയാണ്. അപ്പോൾ ഞാനതിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. രാമൂട്ടൻ ദേഷ്യം വന്നതിന് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതാണ്. അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ അവിടെ കുറച്ചധികം ഇരിക്കട്ടെ. അങ്ങനെ സമയം എടുത്ത് പയ്യെ ആൾ ശരിയായി വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കും. ഇനി ഞാൻ ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ ചെന്ന് അങ്ങോട്ട് എന്ന് ഇങ്ങനെ കാണിക്കും, എന്നോട് സംസാരിക്കും ബാ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ
ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ. അത് ഓരോരുത്തർക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവണമെന്നില്ല കേട്ടോ. അപ്പോൾ കൂടുതലും ഞാൻ ഡീൽ ചെയ്യുന്നത്, ഞാൻ ടൈം കൊടുക്കും, വരും ആൾ, ആ വരുന്ന സമയം വരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അത് ഒരുപാട് സമയമൊന്നുമില്ല, അന്ന് രാത്രി വരെ വെയിറ്റ് ചെയ്തിരിക്കുള്ളൂ. അത് രാത്രിക്കുള്ളിൽ തീർത്തില്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയും, അതാണ്. പിന്നെ റിലേഷൻഷിപ്പ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ടൈം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്നു എന്നറിയുമ്പോൾ ഒരുപക്ഷെ അവർ അത് മാറ്റിയിട്ട് വേഗം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമ്മൾ പിന്നെയും ചെന്ന് ചിലപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവർ പിന്നെയും ട്രിഗർ ആവുക. സോ ഗീവ് ദം ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ അടുത്ത ചോദ്യം, ചേച്ചി ലിപ് പിഗ്മെൻറ്റേഷൻ എങ്ങനെ കുറയ്ക്കുക? ചേച്ചിയുടെ നാച്ചുറൽ ലിപ്സ് വെരി പിങ്ക് ആണ്, ചേച്ചി യൂസ് ചെയ്യുന്ന ലിപ് ബാം ഏതാണെന്ന്. ഞാൻ സത്യം പറഞ്ഞാൽ ലിപ് ബാം ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ശരിയാണെങ്കിൽ നാച്ചുറലായിട്ടൊരു പിങ്ക് കളറാണ്. ഇപ്പോൾ വളരെ ചെറുപ്പം മുതൽ എൻ്റെ ചുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര തടിച്ചിട്ടുള്ള ചുണ്ടാണ്. അപ്പം അത് ആ ഒരു പിങ്കിഷ് കളർ എപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്തേ പിന്നെയാണ് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പിഗ്മെൻറ്റഡ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഷുഗർ ആൻഡ് ഹണി സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയുന്നതാണ്. പക്ഷെ ഞാനൊന്നും യൂസ് ചെയ്യാറില്ല ആസ് ഓഫ് നൗ. പിഗ്മെൻറ്റേഷനൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യാറൊന്നുമില്ല, കാരണം അതൊരു നാച്ചുറൽ പിങ്ക് ആയതുകൊണ്ടാണ്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടോ എന്ന്, ഇപ്പോൾ ചെറുതായാലോ എന്ന്. ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ പല്ല് പൊങ്ങിയതായിരുന്നു. അപ്പം ഞാൻ ആ ഒരു പല്ല് ഇപ്പോൾ ശരിയാക്കിയത് കൊണ്ട് കുറച്ചും കൂടെ എൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ കുറച്ച് താന്നിട്ടുണ്ട്, അതായത് ആ ഒരു മോണ താന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ചും കൂടെ ലിപ്സ് ചെറുതായ പോലെ ഫീൽ ചെയ്യുന്നത്. അതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നാച്ചുറൽ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് പറയണേ. അപ്പോൾ ഗൈസ്, അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിലുണ്ടായ എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻ പറയാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചേക്കുന്നത് ഫസ്ന ഹിബയാണ്. അപ്പം ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല എന്ന് തോന്നണല്ലേ. അപ്പോൾ ഗൈസ്, വേറൊന്നുമല്ല, എല്ലാവരും ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാഡ് സിറ്റുവേഷൻ, ലൈഫിലുണ്ടായ ബാഡ് സിറ്റുവേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2024 2023 ബാഡ് സിറ്റുവേഷൻസ് ഞാൻ മാറ്റി മറിച്ചൊരു വർഷമാണ് 2024 എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് കുറേ ന്യൂ ഫ്രണ്ട്ഷിപ്സ് ഉണ്ടായി 2023. പക്ഷേ എനിക്ക് മനസ്സിലായി അതൊന്നും വേർത്തല്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ ഫ്രണ്ട്ഷിപ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്ഷിപ്സ് ഭയങ്കര ഒരു ലോങ് ലാസ്റ്റ്, കുറേ വർഷങ്ങൾ കൂടെ നിൽക്കുന്ന ആൾക്കാർ. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ വർഷ, കാർത്തിക്കാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളോളം എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് പുതിയ കൂട്ടുകാരങ്ങനെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പുതിയ കൂട്ടുകാരുണ്ടായ ഒരു വർഷമാണ് 2023. പക്ഷേ 2024 കടന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ കൊടുക്കുന്ന പോലെ നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു നിർബന്ധം ചില കാര്യങ്ങൾക്കില്ലാന്ന്. കാരണം ഞാൻ ഒരാളായിട്ട് കൂട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതെന്നെ ഇമോഷണലി എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം ഞാൻ ഭയങ്കര ഒരു ഇമോഷണലി വീക്കായി തുടങ്ങും. കാരണം അവർ ഡിസൈഡ് ചെയ്യാൻ തുടങ്ങും എൻ്റെ ഇമോഷൻ ബാലൻസ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി നമ്മൾ സ്പെഷ്യലാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം മാത്രമേ അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെന്ന് അവരെ അത്ര സ്പെഷ്യൽ ആക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ആ ദിവസം മുതൽ, അല്ലെങ്കിൽ ആ ഒരു ടൈം മുതൽ അവർക്ക് ആർക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ കിട്ടിക്കും. പണികളൊന്നും ഞാൻ പറയുന്നില്ല, അത് പണിയായിട്ട് ഞാൻ കാണുന്നില്ല. ലൈഫിൽ ഓരോരോ എക്സ്പീരിയൻസ്, സിറ്റുവേഷൻസ് അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ടായി ഒട്ടും വിചാരിക്കാതെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്ഷിപ്പുകൾ ഞാൻ വേണ്ടെന്ന് വെക്കുകയും എനിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ഇയറാണ് 2024. സോ ബാഡായിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് ഹീൽ ചെയ്യപ്പെട്ട ഒരു ടൈമാണ് 2024 എന്ന് പറയുന്നത്. സോ അതാണ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ബാഡ് സിറ്റുവേഷനും ഞാനത് റിക്കവർ ചെയ്തതും. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ ഏതുവരെ പഠിച്ചു, എന്താ ജോബ്, എങ്ങനെ ഇതിലോട്ട് എത്തിയേ, ഡാൻസ് അല്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷനാണ് ചൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചത് ആക്ച്വലി MBA ആണ്. ഞാൻ HR ആയിരുന്നു. HR ആയിട്ട് 3 വർഷം ഓപ്പോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മാരേജ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോസ് വൈറലായി തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നീട് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോസ് പണ്ട് മുതൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഫോഴ്സ്ഫുള്ളി ചൂസ് ചെയ്തതാണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട്. അപ്പം എനിക്ക് രാമൂട്ടനാണ് ആക്ച്വലി ധൈര്യം തന്നത്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ അല്ലേ എന്ന്. പണ്ടേ മുതലുള്ളൊരു ആഗ്രഹം എപ്പോഴും ഡാൻസ് പഠിപ്പിക്കാനുള്ള ആഗ്രഹം, ഒരു സ്റ്റുഡിയോ തുടങ്ങണം എന്നൊക്കെ കുഞ്ഞിലേ മുതലുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് എത്താനായിട്ട്
ഒരുപാട് സമയം വേണ്ടി വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് വേണ്ടി വന്നിരുന്നു. കല്യാണമാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻസ് അല്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ HR ആയിട്ട് നിന്ന് അവരുടെ അറ്റൻഡൻസും സാലറിയും പിന്നെ അവരുടെ എംപ്ലോയി മാനേജ്മെൻ്റ് ഒക്കെ നോക്കിയിരുന്നേനെ. പണ്ട് മിക്കപ്പോഴും വരുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടും ചോദിച്ചിരിക്കുകയാണ് പ്രഗ്നൻസി പ്ലാനിങ്, അതുപോലെ തന്നെ കുഞ്ഞിനെക്കുറിച്ച് എപ്പോഴാണ് ചിന്തിക്കുന്നതെന്ന്. എനിക്കറിയാം, നമ്മളൊരു വ്ളോഗർ, ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആകുമ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അറിയാനായിട്ട്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്ലാൻ ഇല്ല, അതായത് ഈ ഒരു ഇയറിൽ പ്ലാൻ ഇല്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിലും എനിക്ക് അതിൽ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ആകണമെന്നുണ്ടായിരുന്നു, അപ്ഗ്രേഡ് ആകണമെന്നുണ്ട്. അപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു ലെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഒരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കണം. അപ്പം അത് ആലോചിക്കാതെ ഇരിക്കും എന്നൊന്നുമല്ല പറയുന്നത്. അപ്പം ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ടൈം എടുത്തിട്ടായിരിക്കും. സോ ഈ വർഷം എന്തായാലും പ്ലാനിങ് ഒന്നുമില്ല. മതി ചോദിച്ചത്, എപ്പോഴും ഇത് ചോദിക്കണ്ട. ഞങ്ങൾ എന്തായാലും കുട്ടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താ പറയണം, എന്തായാലും നിങ്ങൾ തന്നെ ആയിരിക്കും ആദ്യം അറിയിക്കേണ്ടാവുക. സോ എല്ലാവരും വെയിറ്റ് ഫോർ ദാറ്റ് ഹാപ്പി ന്യൂസ്. അടുത്തത്, ഇനി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീം താർ വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതലേ കഴിഞ്ഞ വർഷമല്ലോ 2 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അത് ഈ വർഷമെങ്കിലും നടത്തിയെടുക്കണം എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നിട്ട് അതിൽ കൂടെ ഒരുപാട് ഓഫ് റോഡ് ട്രിപ്പ് പോവുക, കുറേ സ്ഥലങ്ങൾ കാണുക, സഞ്ചരിക്കുക, ഡ്രൈവ് ചെയ്ത് പോവുക, സോളോ ട്രിപ്പ് പോവുക. രാമുണ്ടപ്പുറത്തുണ്ട്, കേൾക്കട്ടെ. ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. എൻ്റെ വണ്ടിയിൽ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ്, ഇതാണ് എൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഗൈസ്, പിന്നീട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പുതിയ വീടിനെ കുറിച്ചിട്ടാണ്. ഹൗസ് ദ ലൈഫ് ഇൻ ന്യൂ ഹോം, ലൗഡ് യുവർ ട്രാവൽ വീഡിയോസ് ഇൻ കാർ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും ട്രാവലിംഗ്, അതായത് കാറിലുള്ള ട്രാവലിംഗ് വീഡിയോസ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പുതിയ വീടായ പിന്നെ നമ്മൾ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്ത ഡിസംബർ ലാസ്റ്റിനാണ്. അപ്പോൾ വീടായതിന് ശേഷം നമുക്ക് എന്താ പറയുക, വേറെ തന്നെ ഒരു ലൈഫ് പാറ്റേൺ ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് നമ്മുടെ ഒരു സ്പേസ്. ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഓർത്തിട്ട്, പക്ഷേ ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. കാരണം ഞങ്ങൾക്കിടേതായിട്ടുള്ള സമയം, ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ വീഡിയോസിൽ കമൻസ് ഒക്കെ കാണുന്നുണ്ട്, കുറച്ച് നെഗറ്റീവ് കമൻസ് പോലെ. എന്തിനാണ് നിങ്ങളിങ്ങനെ മാറിയത്, ന്യൂക്ലിയർ ഫാമിലി ആയത് എന്തിനാണ്, പാരൻസിനെ വിട്ട് നിൽക്കണത് എന്തിനാണ്, അച്ഛനും അമ്മയും ഒറ്റയ്ക്കല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പേര് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർക്കൊന്നും വലിയ കാര്യമായിട്ട് നമ്മളെക്കുറിച്ചൊരു പിടിയില്ല എന്ന്. അപ്പോൾ എൻ്റെയും അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയായിരുന്നു നമ്മൾ മാറി താമസിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരും കൂടെ പറഞ്ഞൊരു ഐഡിയ ആണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സോ ഇപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നിന്നാൽ കുഴപ്പമില്ലാത്തൊരു ടൈമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്തായാലും ഒരുമിച്ച് നിൽക്കും. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മുടെ ഒരു ടൈം വേണമെന്നൊരു ആഗ്രഹം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ട്രൈ ഔട്ട് ചെയ്തത് തന്നെ. സോ യെസ്, ട്രാവൽ വീഡിയോസ് ശരിക്കും നമ്മളും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതായിരിക്കും. ഇനി നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രദറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ചേച്ചിയുടെ എല്ലാ Q&Aയും കമൻ്റ് ഇടാറുണ്ട്, ബട്ട് നോ ആൻസർ. ഇതിനെങ്കിലും റിപ്ലൈ തരണേ എന്ന് ചോദിച്ചിട്ട് ഫസ്ന ഹിബ ചോദിക്കുന്നുണ്ട്. ടോക്ക് അബൌട്ട് യുവർ അർജുൻ ചേട്ടൻ. ചേച്ചിക്ക് സിബ്ലിങ്സ് ആരൊക്കെയുണ്ട്, ഒറ്റമോളാണോ, ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ള ക്വാളിറ്റി, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ചേട്ടനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോസിൽ ഫസ്റ്റ് ആ ഒരു താങ്ക്സ് ഗിവിങ് ചേട്ടാക്കി കൊടുക്കണതുകൊണ്ട് തന്നെ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഡൗട്ടായിരിക്കും ആരാണ് അർജുൻ എന്നുള്ളത്. അർജുൻ എൻ്റെ ബ്രദറാണ്, എൻ്റെ സിബ്ലിംഗ് ആണ്. ഞാൻ ഒറ്റമോളല്ല, എനിക്ക് ചേട്ടായി ഉണ്ട്, എനിക്ക് ചേട്ടനുണ്ട്, ഒരു എൽഡർ ബ്രദറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ചേട്ടാ ഇപ്പം എൻ്റെ കൂടെ ഇല്ല, പക്ഷേ ചേട്ടയുടെ എല്ലാ പ്രസൻസും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഓരോ കാര്യം ചെയ്യുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ടല്ല. വി വർ ലൈക്ക് ഫ്രണ്ട്സ്. വേറെന്ന് ഞാൻ പറയില്ല, വി ആർ ലൈക്ക് ഫ്രണ്ട്സ് ആക്ച്വലി. എല്ലാ കാര്യത്തിലും നമ്മൾ ഒരുമിച്ചാണ്. അപ്പോൾ എന്നൊരു ഡാൻസർ ആവാനായിട്ട് പഠിപ്പിച്ച, അതായത് ചെറുപ്പത്തിൽ തന്നെ ഡാൻസ് പഠിപ്പിച്ച ചേട്ടായാണ്. അപ്പോൾ ഇപ്പോൾ വരെ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ തന്നെയാണ്.
മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ്. ഈവൻ ഞങ്ങൾ തമ്മിൽ ഭയങ്കര എക്സ്പ്രസിങ് ആണ് സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ചേട്ടായിക്കൊരു സ്വഭാവമുണ്ട്, സ്നേഹം വന്നു കഴിഞ്ഞാൽ മാക്സിമം അതങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യണം, എന്നാലും നമുക്കൊരു ആശ്വാസം കിട്ടുള്ളൂ. ഈവൻ ഞങ്ങൾ വലുതായപ്പോഴും ഞങ്ങൾ ഹഗ് ചെയ്യും, കിസ് ചെയ്യും, അങ്ങനത്തെ ഒരു ബോണ്ടാണ് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ചേട്ടായുടെ പ്രസൻസ് എപ്പോഴും ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റുഡിയോയ്ക്കും ചേട്ടായുടെ പേര് തന്നെ ചൂസ് ചെയ്തത്. എനിക്കറിയാം കുറച്ച് പുതിയ ആൾക്കാരുണ്ട്, അവർക്കുള്ള ഡൗട്ടായിരിക്കും എന്നെനിക്കറിയാം. പിന്നെ മൈ ബ്രദർ ഈസ് മൈ ഗാർഡിയൻ ഏഞ്ചൽ. എനിക്ക് തോന്നാറുണ്ട് എല്ലാ സിറ്റുവേഷനും, ചിലപ്പോൾ സംടൈംസ് വേഴ്സായ സിറ്റുവേഷനിലൊക്കെ എന്നിങ്ങനെ വന്ന് സേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സോ ചേട്ടായി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ചേട്ടായുടെ പേരിൽ എപ്പോഴും ഞാൻ അറിയപ്പെടുക എന്നുള്ളതാണ്. എൻ്റെ പേരിൽ ചേട്ടായി എന്നല്ല, ചേട്ടായുടെ പേരിൽ, അതായത് ആ വൃന്ദ അർജുൻ എന്നുള്ളൊരു പേര് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയി എല്ലാവരും ചോദിക്കും അർജുൻ ആരാന്ന് ചോദിക്കുമ്പോൾ ചേട്ടായുടെ എക്സിസ്റ്റൻസ് എന്നിലൂടെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും. സോ ബ്രദറിനെ പറ്റി അറിയാത്തവർക്ക് ഇപ്പോൾ ഏകദേശം കുറച്ച് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറയുമ്പോഴായാലും എനിക്കും കുറച്ച് വിഷമമാണ്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കിന്ന് തോന്നുന്ന ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നതായിരിക്കുമെന്ന്. ആ ഒരു മൊമെൻറ്റ് ആസ് ഓഫ് നൗ എത്തിയിട്ടില്ല. പക്ഷേ എന്തായാലും അങ്ങനത്തെ ഒരു മൊമെൻറ്റ് എത്തുകയാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ലൈഫ് നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഞാൻ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്ക് ഉത്തരം തന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലത്തെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്, അതിനൊക്കെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത Q&Aയിൽ കാണാം. ടാറ്റാ.